ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫിസ്ക്കൽ പോളിസി ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫിസ്ക്കൽ പോളിസി ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫിസ്ക്കൽ പോളിസി പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ മാനേജിങ് എക്കണോമിക് ആക്ടിവിറ്റി മാനേജ് ചെയ്യുന്നതിലൊരു സെൻട്രൽ റോളാണ് ഇവരുടെ കാര്യത്തിൽ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഇത് നിർവഹിക്കുന്നത്. ഇപ്പം ഇതെന്ന് വെച്ചാൽ പ്രൊമോട്ടിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു ആൻഡ് എൻഷുറിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ പ്രത്യേകതകളാണ്. അപ്പം ദിസ് സ്കൂൾ ഓഫ് തോട്ട് വിച്ച് ബിൽഡ്സ് ഓൺ ദ ഐഡിയാസ് ഓഫ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, അതായത് കെയ്ൻസിൻ്റെ ഐഡിയയിൽ നിന്നാണ് ഇതിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത്. കെയ്ൻസിൻ്റെ ഐഡിയ തന്നെയാണ്, ബട്ട് ഡൈവേർജസ് ഫ്രം മെയിൻ സ്ട്രീം കെയ്നീഷ്യൻ എക്കണോമിക്സ്, അതായത് പിന്നെ അതിൽ നിന്ന് ഡൈവേർജ് ചെയ്തെന്ന തോട്ടാണ് പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ എക്കോണമി, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, എക്കണോമിയിൽ ഗവൺമെൻറ് ഇടപെടലിനെ കുറിച്ച് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ടു അഡ്രസ് ഡിമാൻഡ് ഡെഫിഷ്യൻസീസ് ആൻഡ് അതർ സ്ട്രക്ചറൽ ഇഷ്യൂസ്. ഇതൊക്കെയാണല്ലോ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. പിന്നെ ഡിമാൻഡ് ഡെഫിഷ്യൻസി പരിഹരിക്കുക, സ്ട്രക്ചറൽ ഇഷ്യൂസൊക്കെ പിന്നെ അതിലൊക്കെ ഇടപെട്ട് എക്കണോമി റീസ്ട്രക്ചർ ചെയ്യുന്ന ആ ഗവൺമെൻറ് റോളിന് ഇത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്തതിൻ്റെ കീ ആസ്പെക്ട്സ് നോക്കാം. കീ ആസ്പെക്ട്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. അതിൽ ഒന്നാമത്തത് ആക്റ്റീവ് ഫിസ്ക്കൽ പോളിസി ഫോർ ഡിമാൻഡ് മാനേജ്മെൻറ്റ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് മാനേജ് ചെയ്യുന്നതിന് ഫിസ്ക്കൽ പോളിസിയുടെ പങ്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കെയ്നീഷ്യൻസ് ആർഗ്യൂ ദാറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ പ്രൈമറി ഡ്രൈവർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് എക്കണോമിക് ആക്ടിവിറ്റിയുടെ പ്രൈമറി ഡ്രൈവർ. അതിലൂടെയാണ് ആ ഒരു ആക്ടിവിറ്റീസ് എല്ലാം പോകുന്നത്, എല്ലാ ഇത് പർച്ചേസ് സെയിലെല്ലാം ആ ഒരു അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. ഓക്കെ, ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലെവൽസ്, അതുകൂടാതെ എംപ്ലോയ്മെൻറ്റ് ലെവലും ഇതിൻ്റെ ഒരു പ്രൈമറി ഡ്രൈവറാണ്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമി മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം വെൻ പ്രൈവറ്റ് സെക്ടർ ഡിമാൻഡ്, അതായത് പ്രൈവറ്റ് സെക്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണല്ലോ പ്രൈവറ്റ് സെക്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇതൊക്കെ ഇൻസഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഡിമാൻഡ് ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ ആര് ഇടപെടും? ദ ഗവൺമെൻറ് മസ്റ്റ് സ്റ്റെപ്പ് ഇൻ വിത്ത് ആക്റ്റീവ് ഫിസ്ക്കൽ പോളിസി. ആക്റ്റീവായിട്ടുള്ള ഫിസ്ക്കൽ പോളിസിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരും. ദിസ് ഇൻവോൾവ്സ് ഇൻക്രീസിങ് ഗവൺമെൻറ്. നമുക്കറിയാം ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നമുക്കറിയാം. ഫിസ്ക്കൽ പോളിസിയുടെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം അതിലെന്തൊക്കെയാണ്? ഇൻക്രീസിങ് ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ട്, ഓർ ഡിക്രീസിങ് ടാക്സസ് ടു ബൂസ്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് കൈവരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് ആസ് എ ടൂൾ ഫോർ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നുള്ള ഒരു ടൂളാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ. അപ്പം ഇതിൽ പറയുന്നത് ഫോർ പോസ്റ്റ് കെയ്നീഷ്യൻസ് മെയിൻറ്റെയിനിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് എ ക്രൂഷ്യൽ ഗോൾ. ഒരു ക്രൂഷ്യൽ ഗോളാണ് പോസ്റ്റ് കെയ്നീഷ്യൻസിന് ഇതെന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ദേ അഡ്വക്കേറ്റ് ഫോർ ഡയറക്റ്റ് ജോബ് ക്രിയേഷൻ. അതായത് അവിടെ അവർ വാദിക്കുന്നത് ഡയറക്റ്റ് ജോബ് ക്രിയേഷനാണ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് ഇവർ മുന്നോട്ട് വരുന്നത്, അവർ വാദിക്കുന്നത്. ബൈ ദ ഗവൺമെൻറ്. ആരാണിത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പം സംടൈംസ് ത്രൂ പബ്ലിക് വർക്ക്സ് പ്രോഗ്രാംസ് ഓർ അതർ എംപ്ലോയ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് പബ്ലിക് വർക്ക് പ്രോഗ്രാമിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമിലൂടെയാണ് ഇവരത് കൈവരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പം ദിസ് അലൈൻസ് വിത്ത് കെയ്ൻസ് കോൺസെപ്റ്റ് ഓഫ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇത് ഏതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നത്? കെയ്നീഷ്യൻ കോൺസെപ്റ്റിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അഗ്രിഗേറ്റ് സപ്ലൈ ഫുൾ എംപ്ലോയ്മെൻറ്റ് താഴെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. വേർ ദ മാർക്കറ്റ് മേ സെറ്റിൽ അറ്റ് ആൻ ഇക്വിലിബ്രിയം വിത്ത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത് മാർക്കറ്റ് എങ്ങനെ സെറ്റിൽ ആവും? ഒരു ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു ഹൈ അൺഎംപ്ലോയ്മെൻറ്റിൽ ഉള്ളൊരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കെയ്നീഷ്യൻസ് സപ്പോർട്ട് കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി. ഇവർ കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷീവ് ഫിസ്ക്കൽ പോളിസി ഡ്യൂറിങ് റിസഷൻ. അതായത് റിസഷൻ ടൈമിൽ എക്സ്പാൻഷീവ് ഫിസ്ക്കൽ പോളിസി, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുകയും ടാക്സ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യുന്ന പോളിസി. ആൻഡ് കോൺട്രാക്ഷറി പോളിസി ഡ്യൂറിങ് ബൂം പീരീഡിലാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷറി പോളിസി, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് കൂട്ടുകയും ചെയ്യുന്ന പോളിസി. അപ്പം ദേ ബിലീവ് ദാറ്റ് ഡ്യൂറിങ് ഡൗൺ ടൗൺസ്, അതായത് എക്കണോമി ഡൗൺ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഡെഫിസിറ്റ്സ് ആർ നെസസറി. അപ്പം അവിടെ ഗവൺമെൻറ് ഡെഫിസിറ്റ്സ് വേണമെന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ബെനിഫിഷ്യൽ ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ്. അപ്പോൾ അവിടെ ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് അത് ഉതകവും സഹായകരമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. നേരെ തിരിച്ചാണെങ്കിൽ കൺവേഴ്സ്ലി ഇൻ പീരീഡ്സ് ഓഫ് എക്സസീവ് ഗ്രോത്ത് ഓർ ഇൻഫ്ലേഷൻ, അതായത് എക്സസീവ് ഗ്രോത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനോ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് ഒന്നുകിൽ ഗവൺമെൻറ് സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ടാക്സ് കൂട്ടുക. ഓക്കെ, അതായത് കോൺട്രാക്ടറി ഫിസ്ക്കൽ പോളിസി മേ ഹെൽപ്പ് ടു കൂൾ ഇൻ ദ എക്കോണമി. അപ്പം ഇങ്ങനൊരു ഫിസ്ക്കൽ പോളിസി വേരിയേഷൻ, ആ ഒരു എന്താണ് കൗണ്ടർ സൈക്ലിക്കലായിട്ടുള്ള ഒരു പോളിസി വേണമെന്നാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്.
അടുത്തെന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് ഓസ്ട്രിറ്റി ആൻഡ് ദ ഡെഫിസിറ്റ് മിത്ത്. അതായത് ഓസ്ട്രിറ്റിയും ഡെഫിസിറ്റ് മിത്ത് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ ഇവർ ഇതിൽ റിജക്റ്റ് ചെയ്യുകയാണ്. അതിൽ ഓസ്ട്രിറ്റി എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് കുറച്ചിട്ട് ടാക്സ് കൂട്ടുന്നൊരു പ്രോഗ്രാമുണ്ട് ഗവൺമെൻറ്. അപ്പം ഇതൊക്കെ ഇതിൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓസ്ട്രിറ്റി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ക്രിട്ടിസൈസ് ഓസ്ട്രിറ്റി മെഷേഴ്സ്. അപ്പം എസ്പെഷ്യലി ഡ്യൂറിങ് എക്കണോമിക് ഡൗൺ ടൗണിൽ ഈ ഓസ്ട്രിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് സ്പെൻഡിങ് കുറച്ചിട്ട് പിന്നെ ടാക്സ് റേറ്റ് കൂട്ടുകയാണ്, എന്നാലേ ഡെഫിസിറ്റ് എന്തെങ്കിലും ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആസ് ദേ റെഡ്യൂസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓക്കെ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കുറയുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് വേഴ്സൺ റിസഷൻ, ആ റിസഷൻ കൂടുതൽ മോശമാക്കത്തേ ഉള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ദേ ചാലഞ്ച് ദ മെയിൻ സ്ട്രീം ഫോക്കസ് ഓൺ റെഡ്യൂസിങ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. അതായത് അവർ എന്തിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്? മെയിൻ സ്ട്രീം ഫോക്കസ് ഓൺ റെഡ്യൂസിങ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ചെയ്യുന്ന മെയിൻ സ്ട്രീം ഫോക്കസിനെ അവർ വെല്ലുവിളിക്കുകയാണ്. ആൻഡ് പബ്ലിക് ഡെറ്റ്, അത് പബ്ലിക് ഡെറ്റൊക്കെ എന്താണ് അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നെ സാധാരണ കെയ്നീഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടിനെ അവർ ചലഞ്ച് ചെയ്യുകയാണ്. അവർ ആർഗ്യൂ ചെയ്യുന്നത്, പോസ്റ്റ് കെയ്നീഷ്യൻസ് ആർഗ്യൂയിങ് ദാറ്റ് ഗവൺമെൻറ് ഡെഫിസിറ്റ്സ് ക്യാൻ ബി സസ്റ്റൈനബിൾ ഇഫ് ദേ സപ്പോർട്ട് ഗ്രോത്ത്. അതായത് ഗവൺമെൻറ് ഡെഫിസിറ്റ് എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് ഫ്യൂച്ചറിലേക്കും നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യണം, എംപ്ലോയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യണം, ആൻഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഇതൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഗവൺമെൻറ് ഡെഫിസിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതായത് ഗവൺമെൻറ് ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ള പോസ്റ്റ് കെയ്നീഷ്യൻസ് ആർഗ്യൂ ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് എൻഡോജനസ് മണി ആൻഡ് ഫങ്ഷണൽ ഫൈനാൻസ് ആണ്. അതെന്ന് പറയുന്നത് അൺലൈക്ക് ദ നിയോ ക്ലാസിക്കൽ വ്യൂ ദാറ്റ് മണി സപ്ലൈ ഈസ് എക്സോജനസ്ലി കൺട്രോൾഡ്. അതായത് നിയോ ക്ലാസിക്കലിൻ്റെ വ്യൂ പറയുന്നത് മണി സപ്ലൈ എക്സോജനസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ പോസ്റ്റ് കെയ്നീഷ്യൻസ് ബിലീവ് മണി സപ്ലൈ ഈസ് എൻഡോജനസ്ലി ക്രിയേറ്റഡ്. എൻഡോജനസ് ആയിട്ടാണ് മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് രാജ്യത്തിനകത്തുള്ള ഫാക്ടേഴ്സ് കൊണ്ട്. ഓക്കെ, ത്രൂ ദ ബാങ്കിങ് സിസ്റ്റം, അത് ഏതൊക്കെയാണ് ഫാക്ടർ? ബാങ്കിങ് സിസ്റ്റം ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ്, ഇതിലൂടെയൊക്കെയാണ് മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആരുടെ അഭിപ്രായം? പോസ്റ്റ് കെയ്നീഷ്യൻസിൻ്റെ അഭിപ്രായം. ഓക്കെ, ദേ ഓഫൺ അഡ്വക്കേറ്റ് ഫോർ ഫങ്ഷണൽ ഫൈനാൻസ്. അത് പലപ്പോഴും ഈ ഫങ്ഷണൽ ഫൈനാൻസ് എന്നൊരു കോൺസെപ്റ്റിന് വേണ്ടി ഇവർ വാദിക്കുന്നുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് എ കോൺസെപ്റ്റ് ഡെവലപ്ഡ് ബൈ അബ്ബ ലേണർ. ഇദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഷുഡ് ഫൈനാൻസ് ഇറ്റ്സ് സ്പെൻഡിങ് ബേസ്ഡ് ഓൺ എക്കണോമിക് നീഡ്സ്. എക്കണോമിയുടെ ആവശ്യത്തിനനുസരിച്ച് ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യണം, റാദർ ദാൻ എയിമിങ് ടു ബാലൻസ് ബഡ്ജറ്റ് ബാലൻസ് ചെയ്യുന്നതിൽ ഉപരി എക്കണോമിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യണം. ഇതാണ് ഫങ്ഷണൽ ഫൈനാൻസിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസി ഷുഡ് ദസ് ബി ഡയറക്റ്റഡ് ടുവേർഡ് അച്ചീവിങ് മാക്രോ എക്കണോമിക് ഗോൾസ്. അതായത് മാക്രോ എക്കണോമിക് ഗോൾസ് നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഫിസ്ക്കൽ പോളിസി പോകേണ്ടത്. ഓക്കെ, ഇതാണ് ഇവരുടെ അഭിപ്രായം. ഏതൊക്കെയാണത് മാക്രോ എക്കണോമിക് ഗോൾസ്? ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വിറ്റബിൾ ഗ്രോത്ത്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. റാദർ ദാൻ ആർബിറ്ററി ഫിസ്ക്കൽ ടാർഗറ്റ്, അതായത് ഫിസ്ക്കൽ ടാർഗറ്റ് നേടിയെടുക്കുക എന്നതിലുപരി ഇങ്ങനെയുള്ള മാക്രോ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന അതിനെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം ഫിസ്ക്കൽ പോളിസി എന്നാണ് ഇവരുടെ അഭിപ്രായം. അടുത്ത് പറയുന്നത് റോൾ ഇൻ അഡ്രസ്സിങ് ഇൻഇക്വാളിറ്റി ആൻഡ് സ്ട്രക്ചറൽ ഇഷ്യൂസ്. അതായത് ഈ ഇൻഇക്വാളിറ്റിയും സ്ട്രക്ചറൽ ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിലുള്ള റോള്, അതാണ് ഈ പറയുന്നത് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എംഫസൈസ് ദാറ്റ് ഫിസ്ക്കൽ പോളിസി ഷുഡ് ഓൾസോ അഡ്രസ് സ്ട്രക്ചറൽ ഇഷ്യൂസ്. അതായത് സ്ട്രക്ചറൽ ഇഷ്യൂസിലും ഇവർ ഊന്നൽ കൊടുക്കണം, അതും കറക്റ്റ് ചെയ്ത് കൊണ്ട് പോകണം. എന്തൊക്കെയാണ്? ലൈക്ക് ഇൻകം ഇൻഇക്വാളിറ്റി, അതൊരു സ്ട്രക്ചറൽ എക്കണോമിയുടെ ഘടനാപരമായിട്ടുള്ള ഇഷ്യൂ ആണ്. പോവർട്ടി ആൻഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്, ഇതൊക്കെ സ്ട്രക്ചറൽ ഇഷ്യൂസാണ്. ഇതിലും ഫോക്കസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പം പ്രോഗ്രസീവ് ടാക്സേഷൻ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം, അതായത് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പ്രോഗ്രസീവ് ടാക്സേഷൻ, സോഷ്യൽ, ഇതൊക്കെ റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് ആണ് കേട്ടോ. പിന്നെ ഹെൽത്ത് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആർ എസെൻഷ്യൽ ടൂൾസ് ഇൻ അച്ചീവിങ് മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതായത് കൂടുതൽ റിസോഴ്സ് ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള പോളിസിയൊക്കെ നടപ്പിലാക്കണം എന്നും ഒരു പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് കോർഡിനേഷൻ വിത്ത് മോണിറ്ററി പോളിസിയാണ്. അതായത് വൈൽ മോണിറ്ററി പോളിസി ഓൾസോ പ്ലേസ് എ റോൾ. അതായത് മോണിറ്ററി പോളിസി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട പ്രാധാന്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻസ് എംഫസൈസ് ദാറ്റ് ഫിസ്ക്കൽ പോളിസി ഈസ് ഓഫൺ മോർ എഫിഷ്യൻറ്റ്. അതായത് ഫിസ്ക്കൽ പോളിസി കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്ന ഇതിലാണ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസിങ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ സ്വാധീനിക്കുന്നതിനും അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുന്നതിലേക്കാണ് ഫിസ്ക്കൽ പോളിസീസ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്.
ഓക്കെ, അതിനോടൊപ്പം മോണിറ്ററി പോളിസിയും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം മോണിറ്ററി പോളിസിയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ദേ ആർഗ്യൂ ദാറ്റ് മോണിറ്ററി പോളിസി എലോൺ ഈസ് ഓഫൻ ഇൻസഫിഷ്യൻറ്റ്. ഓക്കെ, പ്രത്യേകിച്ച് മോണിറ്ററി പോളിസി ഇൻസഫിഷ്യൻ്റ് ആയി പോണ ചില സാഹചര്യങ്ങളുണ്ട്, എസ്പെഷ്യലി ഇൻ ടൈംസ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലിക്വിഡിറ്റി ട്രാപ്പിനെ പറ്റി വീഡിയോ ഇട്ടുണ്ട്. അതിനെ ഇപ്പോൾ പറയാമെന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്ത് അത് കാണുക കേട്ടോ. ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് ഓർ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെൻറ്റ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മോണിറ്ററി പോളിസി ഇൻഎഫിഷ്യൻ്റ് ആയി പോകും. അപ്പം വേർ ഇറ്റ്സ് എഫക്റ്റീവ്നെസ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് മോണിറ്ററി പോളിസിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഫിസ്ക്കൽ പോളിസി ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഈസ് നോട്ട് ജസ്റ്റ് എ ടൂൾ ഫോർ ഷോർട്ട് ടൈം സ്റ്റെബിലൈസേഷൻ. അതൊരു ഷോർട്ട് ടൈം സ്റ്റെബിലൈസേഷനുള്ള വെറും ഒരു ടൂൾ മാത്രമല്ല ഏത് പോസ്റ്റ് കെയ്നീഷ്യനിലെ ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, ഇവരുടെ അഭിപ്രായത്തിലുള്ള ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, ബട്ട് എ ഫണ്ടമെൻ്റൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ അച്ചീവിങ് ലോങ് ടൈം എക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഇത് രണ്ടും, ഇത് എക്കണോമിക്കും സോഷ്യൽ ഒബ്ജക്റ്റീവും ലോങ് ടൈമിൽ അച്ചീവ് ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപകരണം, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിതെന്നാണ് ഇവരുടെ അഭിപ്രായം. ദ അപ്രോച്ച് ഈസ് പ്രൊആക്റ്റീവ്. ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കൗണ്ടർ സൈക്ലിക്കലാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള, ആൻഡ് റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് ഗവൺമെൻറ് ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ, അത് ഗവൺമെൻറ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഇവർ പറയുന്നുണ്ട് ഏതിൽ, ഇൻ മാനേജിങ് ദ എക്കണോമി ടു പ്രൊമോട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ, ഇക്വിറ്റബിൾ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ, സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിലൊക്കെയുള്ള ഗവൺമെൻറ് ക്രൂഷ്യലായിട്ടുള്ള റോള് ഇവരിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.